ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പാർക്കിംഗ് അപര്യാപ്തത മൂലം വീർപ്പുമുട്ടുന്ന നഗരനിവാസികൾക്കും വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിൽ വരുന്നവർക്കും സുരക്ഷിതമായി തങ്ങളുടെ കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് CDA ഒരുക്കുന്ന പാർക്കിംഗ് പ്ലാസ ഏറെ ഗുണപ്രദമാകും. റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ 14 നില കെട്ടിടത്തിൽ 7 നിലകളിൽ പാർക്കിംഗിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോഴിക്കോട് നഗരത്തിന്റെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി പാർക്കിംഗ് പ്ലാസയ്ക്ക് ചിലയിട്ടു. ടി ദാമോദരൻ മാസ്റ്റർക്ക് കോഴിക്കോട്ട് ഉചിതമായ സ്മാരകം ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ. കാഴ്ചയില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ നൽകാനുള്ള സർക്കാർ ഉത്തരവ് ലംഘിക്കുന്ന കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആഭിമുഖ്യത്തിൽ ധർണാ സമരം. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി കോഴിക്കോട് വികസന അതോറിറ്റി പാർക്കിംഗ് പ്ലാസ നിർമ്മിക്കുന്നു. ലിങ്ക് റോഡിൽ 23 സെന്റ് സ്ഥലത്ത് 14 നിലകളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 7 നിലകളിലായാണ് അത്യാധുനിക പാർക്കിംഗ് സംവിധാനങ്ങൾ വരിക. നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് നഗരത്തിന്റെയും സമീപ പഞ്ചായത്തുകളുടെയും ആസൂത്രിത വികസനത്തിന് മികച്ച സംഭാവനകൾ ചെയ്തിട്ടുള്ള കോഴിക്കോട് വികസന അതോറിറ്റിയുടെ അഭിമാന പദ്ധതിയാണ് കോഴിക്കോട് നഗരത്തിലെ പ്രഥമ പാർക്കിംഗ് പ്ലാസയുടെ നിർമ്മാണം. വികസന അതോറിറ്റി ചെയർമാൻ NC അബൂബക്കർ മുൻകൈയെടുത്താണ് നഗരത്തിലെ പ്രഥമ പാർക്കിംഗ് പ്ലാസയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. CDAയുടെ അധീനതയിലുള്ള 23 സെന്റ് സ്ഥലത്താണ് മൊത്തം 14 നിലകളായുള്ള പാർക്കിംഗ് പ്ലാസ നിർമ്മിക്കുന്നത്. ബേസ്മെന്റ് ഫ്ലോറും അതിനു മുകളിൽ 4 നിലകളിൽ കൊമേഴ്ഷ്യൽ സൌകര്യങ്ങളും കൂടി 1550 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുണ്ട്. 7 നിലകളിലായി 63 കാറുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഒന്നാം ഘട്ടത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ 27 കാറുകൾ കൂടി പാർക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യവുമുണ്ടാകും. കോഴിക്കോട് തന്നെയുള്ള NRS ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനമാണ് പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. ആവശ്യമായ കമ്പ്യൂട്ടർ നിയന്ത്രിത പാർക്കിംഗ് സിസ്റ്റം തയ്യാർ ചെയ്യുന്നത് എറണാകുളം ബേസ്ഡ് ജോയ് ജോസഫ് സേഫ് പാർക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. നിർമ്മാണം പൂർത്തീകരിച്ച് 33 വർഷത്തിനു ശേഷം മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തനക്ഷമതയോടെ NRS ഇൻഫ്രാസ്ട്രക്ചർ എന്ന സ്ഥാപനം വികസന അതോറിറ്റിക്ക് തിരികെ നൽകും. നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി അലി പാർക്കിംഗ് പ്ലാസ കം കൊമേഴ്ഷ്യൽ കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിപ്പം വലിയ വലിയ നഗരങ്ങളിലൊക്കെയാണ് ഇപ്പൊ ഇതുള്ളത്. നമ്മുടെ കേരളത്തിൽ 1-2 സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ആയിട്ടുണ്ട്. പക്ഷെ പബ്ലിക് ആയിട്ട് എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ അല്ലെങ്കിൽ സെമിയും പിന്നെ ഇതേപോലുള്ള UNBകളുടെ ഒക്കെ സഹകരണത്തോടുകൂടി നിർമ്മിച്ചിട്ടുള്ളത് ആദ്യത്തെ പദ്ധതിയായിട്ടാണ് നമ്മുടെ ഈ കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി ഈ പദ്ധതിയുടെ നമ്മൾ ആരംഭിക്കുന്നത്. പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CDA ചെയർമാൻ NC അബൂബക്കർ അധ്യക്ഷനായിരുന്നു. AM ജയൻ, KP രമേശ്, MC മായിൻ ഹജി, K മൊയ്തീൻ കോയ, MT പത്മ, KC അബു, ഉമ്മർ പാണ്ടികശാല, CN വിജയകൃഷ്ണൻ, CP ഹമീദ്, PT ആസാദ്, മുക്ക മുഹമ്മദ്, NV ബാബുരാജ്, BK ബൽരാജ്, KV അബ്ദുൾ മാലിക്, ഡോക്ടർ KCC നായർ, അഷ്റഫ് K, ജോയ് അബ്രഹാം, ശരത് ചന്ദ്രൻ, C ഹരിഗോവിന്ദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോടിന്റെ സാമൂഹിക സാംസ്കാരിക കായിക മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭയായിരുന്ന ടി ദാമോദരൻ മാസ്റ്റർക്ക് കോഴിക്കോട്ട് ഉചിതമായ സ്മാരകം ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് മന്ത്രി MK മുനീർ. ടി ദാമോദരൻ മാഷിന്റെ 3ാം അനുസ്മരണം SK സാംസ്കാരിക കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പുരുഷായുസിനിടയിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തുകയും അപജയങ്ങൾക്കെതിരെ മുഖം നോക്കാതെ കലഹിക്കുകയും ചെയ്ത തിരക്കഥാകൃത്തും പ്രസാധകനും ഫുട്ബോൾ കളിക്കാരനും നാടകകൃത്തും നടനും കോച്ചും റഫറിയുമായിരുന്ന ടി ദാമോദരൻ മാസ്റ്ററെയാണ് നഗരം അനുസ്മരിച്ചത്.
കലയ്ക്കും സാഹിത്യത്തിനുമൊപ്പം കായിക മേഖലയിലും ഏറെ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞ വേറിട്ട വ്യക്തിത്വത്തിനുടമയായിരുന്നു ദാമോദരൻ മാസ്റ്റർ. ഏറെ പേർക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത സവിശേഷമായ വ്യക്തിത്വവും തന്റെ ശരികളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന പ്രകൃതവും ദാമോദരൻ മാസ്റ്ററെ നഗരത്തിന് മാത്രമല്ല മലയാള സിനിമയിലും ഏറെ പ്രിയങ്കരനാക്കി മാറ്റി. പുരാതന സങ്കല്പങ്ങളിൽ നിന്നും പാരമ്പര്യ പാതകളിൽ നിന്നും മലയാള സിനിമ നാടക സങ്കല്പങ്ങളെ സർഗാത്മക ചൈതന്യത്തിന്റെയും ജനകീയ വിജയങ്ങളുടെയും മടിത്തട്ടിലേക്ക് കൈപിടിച്ചുയർത്തിയത് ദാമോദരൻ മാസ്റ്റർ എന്ന അതുല്യ പ്രതിഭാശാലിയായിരുന്നു. തന്റെ ശരികൾക്ക് വേണ്ടി മുഖം നോക്കാതെ കലഹിച്ച അനുഗ്രഹീത കലാകാരനെ മലയാളിയുടെ ചരിത്രബോധം വേണ്ടവിധം അടയാളപ്പെടുത്തിയിട്ടില്ലെന്ന് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചവർ പറഞ്ഞു. ദാമോദരൻ മാസ്റ്റർ എന്ന പ്രതിഭാശാലിയെ എക്കാലവും ഓർക്കാൻ പറ്റിയ സ്മാരകം കോഴിക്കോട്ട് ഉണ്ടാകേണ്ടതുണ്ടെന്നും അതിന് മന്ത്രി എന്ന നിലയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കുമെന്നും അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. മാഷെ ഓർക്കുന്ന രീതിയിൽ കോഴിക്കോട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായവും അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ ഞാനും ഉണ്ടാകും എന്നുള്ള എന്റെ ഒരു ഉറപ്പും ഈ സന്ദർഭത്തിൽ നൽകിക്കൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ലക്ഷ്യബോധമുള്ള തിരക്കഥകളുടെ അണിയറ പ്രവർത്തകൻ എന്ന നിലയിലാണ് ടി ദാമോദരൻ മാസ്റ്ററെ മലയാള സമൂഹം എക്കാലവും ഓർക്കുകയെന്ന് സംവിധായകൻ ഹരിഹരൻ പറഞ്ഞു. ടി ദാമോദരനും നാടകവും എന്ന വിഷയം ഡോക്ടർ കെ ശ്രീകുമാറും, ടി ദാമോദരനും സിനിമയും എന്ന വിഷയം സംവിധായകൻ വി എം വിനുവും, ടി ദാമോദരനും സ്പോർട്സും എന്ന വിഷയം ടി പി ദാസനും അവതരിപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ എസ് കെ പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ടി വി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി എം വി പണിക്കർ സ്വാഗതം പറഞ്ഞു. പി വി ഗംഗാധരൻ, ചെലവൂർ വേണു, പൂനൂർ കരുണാകരൻ, ബി പി മാധവൻ നായർ, മാമുക്കയ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യഥാർത്ഥപൂർണമായ നയരൂപീകരണം കേരള സർക്കാർ നടത്തുന്നില്ലെന്ന് കെട്ടിട നിർമ്മാണ മേഖലയിലെ ചെറുകിട വ്യവസായ നിർമ്മാണ ഏകോപന സമിതി ആരോപിച്ചു. കേരളത്തിലെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വ്യാപാരികളും ചെറുകിട കരിങ്കൽ ക്വാറി ഉടമകളും കെട്ടിട നിർമ്മാതാക്കളും അവയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കെട്ടിട നിർമ്മാണ കരാറുകാരും ടിപ്പർ ലോറി ഉടമകളും ചേർന്നുള്ള സംഘമാണ് പുതിയ സംഘടന. 1967 മുതൽ ക്വാറി മേഖലയിൽ നിലവിലുണ്ടായിരുന്ന നിയമം പൊളിച്ചെഴുതി ചെറുകിടക്കാരെ അടച്ചുപൂട്ടിച്ച് ക്വാറി മേഖല വൻകിട കുത്തുകൾക്ക് തീരെഴുതുവാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അനാവശ്യമായി തടഞ്ഞുവെക്കുന്നു. കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം 5 ലക്ഷം രൂപ വരെ പിഴയും 2 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമായി മാറ്റിയിരിക്കുകയാണ്. ഈ നടപടിയും നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയൊട്ടുക്കും കെട്ടിട നിർമ്മാണത്തിന്റെ അസംസ്കൃത പദാർത്ഥമായ സിമന്റിന് 250 രൂപയ്ക്ക് കിട്ടുമ്പോൾ കേരളത്തിൽ 450 രൂപയാണ് വില. അസംസ്കൃത പദാർത്ഥങ്ങളായ സിമന്റ്, മണൽ മുതലായവ ന്യായവിലയ്ക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭ്യമാക്കാൻ ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതിനായി കെട്ടിട നിർമ്മാണത്തെ വ്യവസായമായി അംഗീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ മേഖലയെ മാഫിയകളായി ചിത്രീകരിക്കുന്ന നയമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ തുടർന്നു വരുന്നത്. ഈ സന്ദർഭത്തിലാണ് ചെറുകിട മേഖലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. ഏപ്രിൽ അവസാന വാരത്തിൽ കോഴിക്കോട് വെച്ച് സംഘടനയുടെ സംസ്ഥാന കൺവെൻഷൻ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളടക്കം മടങ്ങിപ്പോണ്ടി വരും. വ്യാപാര മേഖല മുഴുവൻ സ്തംഭിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന നിർമ്മാണ മേഖലയുടെ ഒന്നാകേണ്ട സമരത്തിന് കാരണമാകും. ഗവൺമെന്റ് ഇതിനൊരു നയം പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ മറ്റു സമരമാർഗങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. കാഴ്ചയില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ നൽകാനുള്ള സർക്കാർ ഉത്തരവ് ലംഘിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആഭിമുഖ്യത്തിൽ ധർണാ സമരം നടത്തി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോജനം കാഴ്ചയില്ലാത്തവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടറുകൾ കാഴ്ചയില്ലാത്തവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നൽകുവാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. 2011-12 വർഷം മുതൽ തുടർച്ചയായി ഈ ഉത്തരവ് പ്രകാരം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ സ്ഥിരതാമസമുള്ള കാഴ്ചയില്ലാത്തവർ KFB വഴി തുടർച്ചയായി അപേക്ഷ നൽകിയെങ്കിലും നാളിതുവരെയായും അപേക്ഷ സമർപ്പിച്ച 20 പേർക്കും കമ്പ്യൂട്ടർ ലഭിച്ചിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷൻ ഒഴികെയുള്ള കേരളത്തിലെ മിക്ക കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളും ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു. കാഴ്ചയില്ലാത്തതുമൂലം വിജ്ഞാന സമ്പാദനത്തിനും ആശയവിനിമയത്തിനുമുള്ള തടസ്സം നീക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയാണ് സർക്കാർ ഈ ഉത്തരവ് പ്രകാരം കമ്പ്യൂട്ടറുകൾ കാഴ്ചയില്ലാത്തവർക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. കമ്പ്യൂട്ടറുകൾ അന്ധരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്ന നിലപാടിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ.
മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം അന്ധരായ വിദ്യാർത്ഥികൾക്ക് പുറമെ കമ്പ്യൂട്ടറുകൾ ആവശ്യമുള്ള മുഴുവൻ അന്ധർക്കും ഈ പദ്ധതി പ്രകാരം പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഘടിപ്പിച്ച കമ്പ്യൂട്ടറുകൾ സൌജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നു. മാവൂർ, നന്മണ്ട, പയ്യോളി, അരിക്കുളം, കൂടരഞ്ഞി തുടങ്ങിയവയെല്ലാം ഈ പദ്ധതി പ്രകാരം അന്ധർക്കും സൌജന്യമായി കമ്പ്യൂട്ടർ നൽകിയ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഉദാഹരണമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കാഴ്ചയില്ലാത്തവരോട് കാണിക്കുന്ന ഈ നിഷേധാത്മക നിലപാടിനെതിരെയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. ധർണ KFP സംസ്ഥാന ജനറൽ സെക്രട്ടറി TN മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. C ഹബീബ്, V സത്യൻ, V അബ്ദുറഹീം, TP മുസ്തഫ, K നാരായണൻ എന്നിവർ സംസാരിച്ചു. അനുകൂലമായ തീരുമാനങ്ങൾ കോർപ്പറേഷൻ അധികൃതരിൽ നിന്നില്ലാത്ത പക്ഷം മറ്റ് ശക്തമായ സമരമാർഗങ്ങളിലേക്ക് ഫെഡറേഷൻ നീങ്ങുമെന്നും KFB നേതാക്കൾ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. കല്യാൺ ഹിൽസിന്റെ ഇനോഗ്രേഷൻ തൊടുപുഴ കലക്കി, കുന്നംകുളം കിടുക്കി. പക്ഷെ ആറ്റിങ്ങലുണ്ടല്ല, പൊളക്കും. കല്യാൺ സിൽക്സ് April 6 ആറ്റിങ്ങലിൽ ഉദ്ഘാടനം. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. സമസ്ത കേരള ജമിയത്തുൽ മുദരിസിൽ സംസ്ഥാന സംഗമം സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്നു. മതവിദ്യാഭ്യാസ പ്രചരണ മാർഗത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളായി പള്ളി ദർസുകൾ, അറബി കോളേജുകൾ എന്നിവയിലെ മുദ്രിസിമാരുടെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ. 3 വർഷം മുൻപാണ് സംഘടന നിലവിൽ വന്നത്. മതവിദ്യാഭ്യാസ പ്രചരണ മാർഗങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ സംഘടനയെ ശക്തമാക്കാനും മതാധ്യാപന രംഗത്തെ പോരായ്മകൾ നികത്തി ഏകീകൃതവും വ്യവസ്ഥാപിതവുമായ മാർഗത്തിൽ മതസ്ഥാപനങ്ങളെ ഒന്നിപ്പിക്കാനും വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ മുദരിസീൻ സംസ്ഥാന സംഗമം കോഴിക്കോട് നടന്നത്. സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള മുദരിസുമാരും പണ്ഡിതന്മാരും അവരെ ഇതുപോലെ സംഘടിപ്പിച്ചുകൊണ്ട് സമസ്തയുടെ കൊടക്കീഴിൽ അവരെ എല്ലാം നിർത്തി ദീനിയായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ അവരെയൊക്കെ സജ്ജമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ളൊരു സംഘടന ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. PKP അബ്ദുൽ സലാം മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, MA ഖാസി മുസ്ലിയാർ കുമ്പള, CKM സ്വാദിഖ് മുസ്ലിയാർ, മൊയ്തീൻകുട്ടി ഫൈസി വാക്കോട്, സയ്യിദ് മുഹമ്മദ് കോയ ജുമൈലി തങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ജമിയത്തുൽ മുദരിസിന്റെ ആവശ്യകത, പള്ളി ദർസുകൾ പൈതൃകത്തിലൂന്നിയ പരിഷ്കരണം, മതഭൌതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യവും മാർഗവും, വ്യാജ ത്വരീഖത്തുകൾ എന്ന വിഷയത്തിൽ പ്രമുഖർ സംസാരിച്ചു. മൌലാന മൂസക്കുട്ടി ഹ്രസത്ത്, സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, CK അബ്ദുറഹ്മാൻ ഫൈസി അരിമ്ര എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. സൗദി അറേബ്യയിൽ കഴിഞ്ഞ നവംബറിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ ഫുട്ബോൾ താരം ആഷിഖ് നടുവിലകത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ പ്രവാസി സംഘടനയായ നവോദയ കൾച്ചറൽ സെന്റർ സ്വരൂപിച്ച സഹായധനം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി. ബേപ്പൂർ BC റോഡിലെ ആഷിഖിന്റെ വസതിയിലെത്തി എളമരം കരീം MLA ധനസഹായ തുക ആഷിഖിന്റെ പിതാവ് ബഷീറിന് നൽകി. ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ദമാമിൽ നിന്നും ജിദ്ദയിലേക്കുള്ള യാത്രയിൽ റിയാദ് തായിഫ് റോഡിൽ ദുലൂമിലുണ്ടായ കാർ അപകടത്തിലാണ് ആഷിഖ് നടുവിലകത്ത് മരണപ്പെട്ടത്. സഹയാത്രികരും കൂട്ടുകളിക്കാരുമായ ഐക്യരപ്പടി നിലമ്പൂർ സ്വദേശികളും അന്നത്തെ അപകടത്തിൽ മരണമടഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം നവംബർ 6-നായിരുന്നു അപകടം. ദമാമിലെ നവോദയ കൾച്ചറൽ സെന്റർ കോബാർ ഏരിയ പ്രവർത്തകർ സ്വരൂപിച്ച തുകയാണ് ആഷിഖിന്റെ കുടുംബത്തിന് കൈമാറിയത്. ബേപ്പൂർ BC റോഡിലെ വസതിയിൽ ആഷിഖിന്റെ പിതാവ് ബഷീർ എളമരം കരീം MLAയിൽ നിന്നും സഹായധനം സ്വീകരിച്ചു. നവോദയ കൾച്ചറൽ സെന്റർ റാക്ക യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം വിനോദ് കുമാർ മലയിൽ, K രാജീവ്, കരുവള്ളി ശശിധരൻ, എടവലത്ത് സലീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രവാസികളുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നവോദയ കൾച്ചറൽ സെന്റർ ഇത്തരത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീരാമനവമി ഭജനോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഭജന, ആധ്യാത്മിക പ്രഭാഷണം എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. നിരവധി ഭക്തജനങ്ങൾ ശ്രീരാമ നവമി ആഘോഷങ്ങളിൽ പങ്കാളികളായി. ശ്രീരാമ നവമി ദിനത്തോടനുബന്ധിച്ചാണ് തളി ബ്രാഹ്മണ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭക്തിനിർഭരമായ ആധ്യാത്മിക ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ബ്രാഹ്മണ സമൂഹം ഹാളിൽ April 4 വരെയാണ് ശ്രീരാമനവമി ജനനോത്സവ പരിപാടികൾ നടക്കുന്നത്.
ശനിയാഴ്ച ശ്രീരാമചന്ദ്ര ശതാഷ്ടോത്തരാർച്ചനയോടെയാണ് ജനനദിന പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ശ്രീരാമ ഗായത്രി ഹോമവും രാമവിഭക്തി കീർത്തനങ്ങളുടെ ആലാപനവും നടന്നു. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി നടത്തിയ ശ്രീരാമ അവതാര മഹിമ പ്രഭാഷണം ഭക്തിശാന്തരമായി. തുടർന്ന് ചെന്നൈ സട്ടനാഥ ഭാഗവതർ ആൻഡ് പാർട്ടി നടത്തിയ ശ്രീരാമ കല്യാണ ഭജനോത്സവം ഭക്തജനങ്ങൾക്ക് നവ്യാനുഭവമായി. गुरु भवन पुराधीश्वर स्वामी महासद्गुरु जगन्नाथ महाशक्लां करदम विष्णु श्रीरत्नम चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये श्रीकान्तो मातुलो यस्य जननी सर्वमङ्गला जनक शङ्करो देवः तं वन्दे गुजराननं भगवन्नाम साम्राजलक्ष्मी വിവിധ ആധ്യാത്മിക ചടങ്ങുകൾക്കൊപ്പം ജയദേവ അഷ്ടപതിയും ഉഞ്ചവൃത്തിയും വസന്ത കേളികയും വരും ദിവസങ്ങളിൽ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടും. ആർ രാജഗോപാലകൃഷ്ണൻ, MJ അനന്തനാരായണൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാജ്യത്തെ മികച്ച പരിസ്ഥിതി സൌഹൃദ നഗരത്തിനുള്ള ആനന്ദ് ബസാർ പത്രികയുടെ പുരസ്കാരം നേടിയ മേയർ AK പ്രേമജിത്തിനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണിക്കും കോഴിക്കോട്ടെ പൌരാവലി സ്വീകരണം നൽകി. ടൌൺഹാളിൽ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ഉപഹാരങ്ങൾ സമ്മാനിച്ച് ഉദ്ഘാടനം ചെയ്തു. നഗരം നന്നാവണമെങ്കിൽ നഗരവാസികളുടെ മനസ്സും മനസ്ഥിതിയും വിശാലമാകണമെന്ന് MT വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു. ഭരണാധികാരികൾ മാത്രം വിചാരിച്ചാൽ പരിസ്ഥിതി സൌഹൃദ നഗരം ഉണ്ടാവില്ല. അതിന് നമ്മളും കൂടി വിചാരിക്കണം. രാജ്യത്തെ മികച്ച പരിസ്ഥിതി സൌഹൃദ നഗരത്തിനുള്ള അവാർഡ് കോഴിക്കോടിനു വേണ്ടി ഏറ്റുവാങ്ങിയ മേയർ പ്രൊഫസർ AK പ്രേമജിത്തിനും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജാനമ്മ കുഞ്ഞുണ്ണിക്കും കോഴിക്കോട് പൌരാവലി ടൌൺഹാളിൽ ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോടിന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്ന ആളെന്ന നിലയിൽ തനിക്കും അഭിമാനമുണ്ടെന്നും MT കൂട്ടിച്ചേർത്തു. പൌരാവലിയുടെ അവാർഡുകൾ മേയർക്കും ജാനമ്മ കുഞ്ഞുണ്ണിക്കും അദ്ദേഹം കൈമാറി. പക്ഷേ ഈ നഗരത്തിന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ ഇവിടെ വർഷങ്ങളായി താമസിച്ചു വരുന്ന ജനപ്രതിയുള്ള ആളുകൾ അതിലൊരു സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. A. പ്രദീപ് കുമാർ MLA പ്രശംസാ പത്രിക സമർപ്പിച്ചു. മുൻ മേയർ M. ഭാസ്കരൻ പുരസ്കാരം പരിചയപ്പെടുത്തി. ഡോക്ടർ AV പ്രകാശ് അധ്യക്ഷനായിരുന്നു. MLAമാരായ A. പ്രദീപ് കുമാർ, AK ശശീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, P. വത്സല, VM വിനു, CP ഹമീദ്, NE ബാലകൃഷ്ണമാരാർ, IV ശശാങ്കൻ, TP ദാസൻ, EP ദാമോദരൻ, CE ചാക്കുണ്ണി, PT ആസാദ്, EV ഉസ്മാൻ ഗോയ, PJ ജോഷ, KP സുധീര, ഭാസി മലപ്പറമ്പ്, ജോൺ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ മികച്ച പരിസ്ഥിതി സൌഹൃദ നഗരത്തിനുള്ള ആനന്ദ് ബസാർ പത്രികയുടെ പുരസ്കാരം തിരിച്ചേൽപ്പിക്കണമെന്ന് പ്രകൃതി സംരക്ഷണ വേദി. നഗരം പരിസ്ഥിതി സൌഹൃദമല്ല, മാലിന്യപൂരിതമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിവിധ പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടന്ന ടൌൺഹാളിന് മുൻപിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. രാജ്യത്തെ മികച്ച പരിസ്ഥിതി നഗരത്തിനുള്ള അവാർഡ് കൈപ്പറ്റിയ മേയർക്കും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയ്ക്കും കോഴിക്കോട് പൌരാവലി ഒരുക്കിയ സ്വീകരണ വേദിയിലേക്കാണ് പരിസ്ഥിതി പ്രവർത്തകർ വായ മൂടിക്കെട്ടി പ്രകടനം നടത്തിയത്. ഈ നഗരം പരിസ്ഥിതി സൌഹൃദമല്ല, മാലിന്യപൂരിതമാണ് എന്നെഴുതിയ ബാനറുമായാണ് ടൌൺഹാളിന് മുൻപിലേക്ക് പ്രകടനം നടത്തിയത്. കുടുംബശ്രീക്കാർ സ്ഥിരമായി പ്ലാസ്റ്റിക് കത്തിക്കുന്ന നഗരമോ പരിസ്ഥിതി സൌഹൃദം, കക്കൂസ് മാലിന്യം നടുറോഡിൽ തള്ളുന്ന നഗരമോ പരിസ്ഥിതി സൌഹൃദം എന്നെഴുതിയ പ്ലാക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് ടൌൺഹാളിൽ മുൻപിൽ നിന്ന ഇവർക്കിടയിലൂടെയാണ് മേയർ വേദിയിലേക്ക് കടന്നുവന്നത്. പരിസ്ഥിതി സംരക്ഷണ സമിതി, പ്രകൃതി സംരക്ഷണ സമിതി, ലോഹ്യ വിചാർവേദി എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. P. രമേഷ് ബാബു, TV രാജൻ, EK ശ്രീനിവാസൻ, A. ശ്രീവത്സൻ, E. ഗോപികൃഷ്ണൻ, T. മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം
നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. നിയമസഭയിൽ UDF, LDF MLA-മാർക്ക് അഴിഞ്ഞാടാനും അന്തിയുറങ്ങാനും അവസരമൊരുക്കി കൊടുത്ത സ്പീക്കറെയാണ് ആദ്യം പുറത്താക്കേണ്ടതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. നിയമസഭയിൽ ബജറ്റ് അവതരണ വേളയിൽ MLA-മാർ നടത്തിയ ജനാധിപത്യ ധ്വംസന നടപടികൾക്കെതിരെ BJP ജില്ലാ കമ്മിറ്റി മുതലക്കുളത്ത് സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PC ജോർജിന്റെ പ്രസ്താവനകൾ ആത്മാർത്ഥതയോടെയാണെങ്കിൽ BJP അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു. UDF മതിയാക്കി LDF-യിലേക്ക് ചേക്കേറാനാണ് ശ്രമമെങ്കിൽ കേരള സമൂഹം അദ്ദേഹത്തെ ചവറ്റുകൊട്ടയിലിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ ബജറ്റ് അവതരണ വേളയിൽ MLA-മാർ നടത്തിയ ജനാധിപത്യ ധ്വംസന നടപടികൾക്കെതിരെ BJP ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ റാലി മുതലകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ശ്രീ PC ജോർജ് ഇന്ന് വലിയ കലാപക്കൊടിയാണ് ഈ ഗവൺമെന്റിനെതിരായി ഉയർത്തിയിരിക്കുന്നത്. അറിയില്ല നമുക്ക് എത്ര ദിവസം ആ കൊടുങ്കാറ്റിന് ആയുസ് ഉണ്ടാകുമെന്നുള്ളത്. PC ജോർജ് എല്ലാ കാലത്തും അങ്ങനെയാണ്. പറയുന്ന കാര്യങ്ങളിൽ സാധാരണ അദ്ദേഹം ഉറച്ചു നിൽക്കാറില്ല. അദ്ദേഹത്തിന്റെ നിലപാട് ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ BJP അതിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ PC ജോർജിന്റെ ഇന്നത്തെ നീക്കം അഴിമതി സർക്കാരിനെതിരായിട്ടുള്ളതാണെങ്കിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും. അതല്ല UDF-നെ മതിയായി ഇനി അപ്പുറത്ത് പോവാനാണ് പഴയതുപോലെ തീരുമാനമെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തിന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും സ്ഥാനം നൽകുക. LDF MLA-മാർ മാത്രമല്ല, നിയമസഭയിൽ UDF MLA-മാരും അഴിഞ്ഞാടി. സ്പീക്കറെയാണ് ആദ്യം പുറത്താക്കേണ്ടത്. നിയമസഭയിൽ MLA-മാർക്ക് അന്തിയുറങ്ങാൻ അവസരം ഒരുക്കി കൊടുത്തത് സ്പീക്കറാണ്. അത് ശരിയായ നടപടിയില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി VV രാജൻ, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, MT രാജൻ, ചേറ്റൂർ ബാലകൃഷ്ണൻ, PK പ്രഭാകരൻ, അഡ്വക്കേറ്റ് പത്മനാഭൻ, രമണി ഭായ്, TP സുരേഷ്, ഗിരീഷ് തേവള്ളി, MC ശശീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. മാലിന്യ പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകിയും കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കാനുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ടും വടകര നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ KP ബാലൻ അവതരിപ്പിച്ചു. മൊത്തം 66.39 കോടി രൂപ വരവും 64.18 കോടി ചെലവും 2.20 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ രഞ്ജിനി അധ്യക്ഷം വഹിച്ചു. സമഗ്ര ഖരമാലിന്യ സംസ്കരണത്തിന് ബജറ്റിൽ 3 കോടി രൂപ വകയിരുത്തി. പുതിയപ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിന്റെയും മറ്റു മാലിന്യ പ്രശ്നം പരിഹരിക്കുകയാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. ഇതുവരെ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ നിന്ന് 1707.95 മെട്രിക് ടൺ ഖരമാലിന്യം നീക്കം ചെയ്തു. മാലിന്യം നീക്കം ചെയ്യുന്നതിന് പുറമെ പുതിയ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ടെൻഡർ വിളിച്ചിട്ടുമുണ്ട്. കരിമ്പരുത്തോട്, ചോളംവയൽ അഴുക്കുചാൽ, അരയാക്കിത്തോട് എന്നിവിടങ്ങളിലെ മാലിന്യ പ്രശ്നം പദ്ധതി വഴി പരിഹരിക്കും. 7.63 കോടി രൂപ പദ്ധതിക്ക് ബജറ്റിൽ വകയിരുത്തി. കരിമ്പനത്തോട് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തളിപ്പറമ്പ് മാതൃകയിൽ സ്ഥാപിക്കുന്നതിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിനായി 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കോട്ടപ്പറമ്പ് നവീകരണമാണ് മറ്റൊരു പദ്ധതി. ആധുനിക കെട്ടിട സമുച്ചയമാണ് ഈ പദ്ധതിയിലുള്ളത്. വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി സർക്കാരിന്റെ അർബൻ 2020 പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിക്ക് നഗരസഭ 2.25 കോടി രൂപ നീക്കിവെച്ചു. BOT പദ്ധതി പ്രകാരം നാരായണ നഗറിൽ നിർമ്മിക്കുന്ന വെജിറ്റബിൾ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 1ാം ഘട്ടം ഈ കൌൺസിലിന്റെ കാലത്ത് തന്നെ പൂർത്തീകരിച്ച് മുറികൾ വാടകയ്ക്ക് കൊടുക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2 നിലകളുടെ നിർമ്മാണവും കൌൺസിൽ കാലയളവിൽ പൂർത്തിയാകും. ഇതിനായി 5.25 കോടി രൂപ അനുവദിച്ചു. പഴയ BED സെന്റർ നിലനിന്ന സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ 1.25 കോടി രൂപ നീക്കിവെച്ചു. പാണ്ഡികശാല വളപ്പ് കമ്മ്യൂണിറ്റി ഹാളിന് മുകളിൽ സാക്ഷരതാ മിഷനു വേണ്ടി കെട്ടിടം നിർമ്മിക്കാൻ 2 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇനി ഉത്സവ വിശേഷങ്ങളിലേക്ക്. അരക്കിണർ താഴത്തുംകണ്ടി ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. പുലർച്ചെ ഗണപതി ഹോമത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തമ്പിറോഡ് കരിമകൻ കാവിൽ നിന്നും കലശം എഴുന്നള്ളത്ത് നടന്നു. അന്നദാനം, വെള്ളാട്ട്, തിറ, താലപ്പൊലി എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. ട്രാഫിക് വാരാചരണത്തോടനുബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും ബേബി മെമ്മോറിയൽ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച ഗതാഗത നിയമ ലംഘനങ്ങളെക്കുറിച്ചുള്ള ഫോട്ടോഗ്രാഫി മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ന്യൂസ് ഫോട്ടോഗ്രാഫർമാരിൽ നിന്നാണ് ഫോട്ടോകൾ ക്ഷണിച്ചത്. മംഗളം ദിനപത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ രാജേഷ് മേനോന്റെ ചിത്രത്തിനാണ് 1ാം സമ്മാനം.
മാധ്യമം ഫോട്ടോഗ്രാഫർ പ്രകാശ് കരമ്പയ്ക്ക് 2ാം സ്ഥാനവും കേരളഭൂഷണം ഫോട്ടോഗ്രാഫർ KV ശ്രീജേഷിന് 3ാം സ്ഥാനവും നൽകി. രാജേഷ് മേനോന് 10,000 രൂപയും പ്രശസ്തി പത്രവും സമ്മാനിക്കും. പ്രകാശ് കരമ്പയ്ക്കും KV ശ്രീജേഷിനും മെമന്റോകൾ സമ്മാനിക്കുമെന്നും പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഉത്തരമേഖല ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത്, സെക്രട്ടറി TK ബാലനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രഭരണകാര്യങ്ങളിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാരെ നിയമിക്കുന്നത് തെറ്റാണെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത്. ജ്യോതിശാസ്ത്ര പ്രവചനത്തെ പരിജ്ഞാനമില്ലാത്തവരെ ഏൽപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും അവർ പറഞ്ഞു. വിഷു ഇത്തവണ ഏപ്രിൽ 15-നാണ്. 15 പുലർച്ചെ 4:30-നും 5-നും ഇടയിൽ കണി കാണണമെന്നും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഭാരവാഹികൾ പറഞ്ഞു. മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ജാമിയ മർക്കസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര അക്കാദമിക സമ്മേളനം മാർച്ച് 31 ചൊവ്വാഴ്ച രാവിലെ 10-ന് നടക്കും. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം, പുതിയ പ്രവണതകളും വികസനങ്ങളും എന്ന വിഷയത്തിൽ കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടക്കുന്ന കോൺഫറൻസ് ജാമിയ മർക്കസ് ചാൻസലർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 1-ന് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 7-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സമ്മർ കോച്ചിംഗ് ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ വൈകിട്ട് 6 മുതൽ VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ഇന്ത്യൻ ബാഡ്മിന്റൺ കോച്ച് A നാസറാണ് ക്യാമ്പിന് നേതൃത്വം നൽകുക. കേരള സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ കേരജം വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നു. മാർച്ച് 29-ന് കോഴിക്കോട് മലബാർ പാലസിൽ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി KP മോഹനൻ കേരജം വെളിച്ചെണ്ണയുടെ വിപണന ഉദ്ഘാടനം നിർവഹിക്കും. ഗുണനിലവാരമുള്ള കൊപ്രയിൽ നിന്നും ആധുനിക മില്ലിൽ ആട്ടിയെടുത്ത് ഡബിൾ ഫിൽട്ടർ ചെയ്ത് അക്മാർക്ക് ഗുണനിലവാരമുള്ള ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേരജമെന്ന് മാനേജിംഗ് ഡയറക്ടർ അശോക് കുമാർ തെക്കൻ, ചെയർമാൻ സഭാ പുൽപ്പറ്റ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് നഗരത്തിന്റെ പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കാലിക്കറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി പാർക്കിംഗ് പ്ലാസയ്ക്ക് ചിലയിട്ടു. T. ദാമോദരൻ മാസ്റ്റർക്ക് കോഴിക്കോട്ട് ഉചിതമായ സ്മാരകം ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ. കാഴ്ചയില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ നൽകാനുള്ള സർക്കാർ ഉത്തരവ് ലംഘിക്കുന്ന കോർപ്പറേഷൻ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആഭിമുഖ്യത്തിൽ ധർണാ സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ.